അന്യൻ വീർക്കുന്ന കാശുകൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടസേലും ബെൻസേലും കയറി നടക്കുന്നവരുടെ പളുവളുത്ത കുപ്പായത്തിനോട് എന്നേ ബഹുമാനം തീർന്നു തിരുമേനി. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ലേലത്തിൽ ബഹുമാനായ സോമൻ പറഞ്ഞ മറക്കാത്ത മലയാളി മറക്കാത്ത ഒരു ഡയലോഗാണിത്. ഇതിവിടെ പറയുവാൻ കാര്യമുണ്ട്. കാരണം പറഞ്ഞു വരുന്നത് നമ്മുടെ KSEBയെ പറ്റിയാണ്. KSEB നമ്മുടെ വീട്ടിൽ കൊണ്ടുതരുന്ന ബില്ല് എന്താണ്, ഏതാണ്, എന്തിനാണ് എന്നറിയാതെ മാസാമാസം അടച്ചു പോകുന്ന, 2 മാസം കൂടുമ്പോൾ അടച്ചു പോകുന്ന പ്രബുദ്ധ മലയാളി അറിയാൻ ഒരു സാധാരണക്കാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം പ്രകാശൻ നായർ മേലില എന്ന ആൾ ഇങ്ങനെ എഴുതുന്നു: എനിക്ക് വന്ന വൈദ്യുതി ബില്ലാണ് 2 മാസത്തെ ഉപയോഗം 351 യൂണിറ്റ്, അതായത് ഒരു മാസം 175.5 യൂണിറ്റ്. ഡൽഹി, പഞ്ചാബ്, തെലങ്കാന, തമിഴ്നാട്, കർണാടക, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളായിരുന്നുവെങ്കിൽ എനിക്ക് ബില്ലടക്കേണ്ടി വരികയില്ലായിരുന്നു. അഥവാ അടയ്ക്കേണ്ടി വന്നാലും തുച്ഛമായ പൈസ മാത്രം. ഞാൻ 2 മാസം ഉപയോഗിച്ച വൈദ്യുതിക്കുള്ള, അതായത് 351 യൂണിറ്റിന് ചാർജ് ചെയ്തിരിക്കുന്നത് 1594.45 രൂപയാണ്. എനിക്ക് മൊത്തം വന്ന ബില്ലിന്റെ തുക 2135 രൂപ. കാട്ടുകൊള്ള. ആ കാട്ടുകൊള്ള എന്തിനാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ബിൽ തുക കൂടുതലാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ സംശയ നിവാരണത്തിനായി ഞാൻ ഇന്നലെ KSEB സെക്ഷൻ ഓഫീസിലേക്ക് ബില്ലുമായി പോയി. അവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയറെയും സെക്ഷൻ ഓഫീസറും നൽകിയ ബ്രേക്കപ്പാണ് ചുവടെ നൽകുന്നത്. ഫിക്സഡ് ചാർജ് 300 രൂപ. ഇത് KSEB ജീവനക്കാരുടെ ശമ്പളത്തിനും ഓഫീസ് വാടക, ചിലവുകൾ, വാഹനം, ഡീസൽ മുതലായവയ്ക്കുള്ളതാണ്. ഇതാണ് അവരുടെ അസറ്റ്. മീറ്റർ റെന്റ് 14.16 രൂപ. കണക്ഷൻ ലഭിച്ച സമയത്ത് മീറ്റർ വെക്കാൻ നൽകിയ 700 രൂപ ലേബർ ചാർജ് മാത്രമാണ്, വിലയല്ല. അതുകൊണ്ടാണ് മീറ്ററിന് വാടക മാസാമാസം ഈടാക്കുന്നത്. മീറ്റർ സ്വന്തമായി വാങ്ങി വെച്ചാൽ ഈ തുക ഒഴിവായി കിട്ടും. എനർജി ചാർജ് 1594.45 രൂപ KSEBയുടെ ഏറ്റവും പുതിയ താരിഫാണത്. അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിച്ച വൈദ്യുതിയുടെ വിലയാണത്. ഡ്യൂട്ടി 159.44 രൂപ. ഉപയോഗിച്ച വൈദ്യുതി വിലയുടെ 10% ഈ തുക KSEB ഉദ്യോഗസ്ഥർക്കുള്ള പ്രത്യേക പെൻഷൻ ഫണ്ടിലേക്കായി സർക്കാരിലേക്ക് പോകുന്നു. ഫ്യൂവൽ സർചാർജ് 31.59 രൂപ. ഇതാണ് ഏറ്റവും അതിശയകരം. 1/2/2023 മുതൽ 31/5/2023 വരെയുള്ള 4 മാസക്കാലം KSEBക്ക് 87.07 കോടി രൂപയുടെ നഷ്ടമുണ്ടായത്രേ. എന്തുകൊണ്ട് നഷ്ടമുണ്ടായി എന്ന് ആർക്കും അറിയില്ല. ആ നഷ്ടം നികത്താനാണ് യൂണിറ്റിന് 9 പൈസ നിരക്കിൽ ഫ്യൂവൽ സർചാർജ് എന്ന പേരിൽ കസ്റ്റമേഴ്സിനോട് ഈ തുക ഈടാക്കുന്നത്. മന്ത്ലി ഫ്യൂവൽ സർചാർജ് 35.10 രൂപ. ഇത് പുറത്തുനിന്നും വാങ്ങുന്ന വൈദ്യുതിയുടെ ഉൽപാദനത്തിലുള്ള കൽക്കരിയുടെ വിലവർധനയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. യൂണിറ്റിന് 10 പൈസ. അങ്ങനെ ഉപയോഗിച്ച വൈദ്യുതിയുടെ തുക കൂടാതെ 540 രൂപ അധികം അദ്ദേഹത്തിന് അടയ്ക്കേണ്ടി വന്നു. ഇതാണ് യഥാർത്ഥ ചിത്രം. നമ്മൾ കണക്ഷൻ എടുത്ത സമയത്ത് അടച്ച സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എവിടെയാണ് അവർ നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. ഒരിക്കലും മടക്കി നൽകേണ്ടാത്ത ഈ തുക തന്നെ ശതകോടികൾ വരും. സാധാരണക്കാരുടെ കേരളത്തിലെ ദൈനംദിന ജീവിതം ദുഷ്കരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കളും ഉദ്യോഗസ്ഥരുമെല്ലാം ഒരല്ലലുമില്ലാതെ ജീവിക്കുന്നു. ഇപ്പോൾ സപ്ലൈകോയിലെ വിലവർധന ജനങ്ങളെ ബാധിക്കില്ലെന്നൊരു മന്ത്രി പൊങ്കുവൻ പറയുന്നത് കേട്ടപ്പോൾ ഇവരോടൊക്കെ സഹതാപമാണ് തോന്നിയത്. കോറികളിലൂടെ ശതകോടീശ്വരനായ അദ്ദേഹത്തെ ഒരു വിലവർധനവും ബാധിക്കില്ല എന്നത് സത്യം തന്നെയാണ്. ലേലം എന്ന സിനിമയിൽ അന്തരിച്ച ശ്രീ സോമൻ അവതരിപ്പിച്ച ഈപ്പച്ചൻ എന്ന കഥാപാത്രം ഉരുവിടുന്ന ആ ഡയലോഗ് ഓർക്കാതെ മലയാളിയുടെ ഒരു ദിനവും കടന്നു പോകില്ല. അത് കാലിക പ്രസക്തം തന്നെയാണ്. അതുതന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അന്യൻ വിയർക്കുന്ന കാശുകൊണ്ട് അപ്പം തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടസേലും ബെൻസേലും കയറി നടക്കുന്നവരുടെ പളുവെളുത്ത കുപ്പായത്തിനോട് എന്നേ ബഹുമാനം തീർന്നു തിരുമേനി. പ്രകാശൻ നായർ ഇങ്ങനെ എഴുതി നിൽക്കുന്നു. പക്ഷേ കാലിക പ്രസക്തമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന്, ഇലക്ട്രിസിറ്റിക്ക് കൃത്യമായി ബില്ലടയ്ക്കുന്നവരാണ്. പക്ഷേ ഒന്ന് പവർ കട്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ഈ പറയപ്പെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ ലൈൻമാൻമാരും അസിസ്റ്റന്റ് എഞ്ചിനീയർമാരും ഓവർസിയർമാരും ഒക്കെ സാധാരണക്കാരന്റെ മണ്ടക്കിട്ട് മെക്കിട്ട് കയറുന്ന കാഴ്ച അത് നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ഇവരുടെ ശമ്പളം, ഇവർ പോകുന്ന വാഹനത്തിന്റെ ഡീസൽ, ഇവർക്ക് പെൻഷൻ, അങ്ങനെ 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 ഇവർ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾക്കും കൃത്യമായി എണ്ണിപ്പറഞ്ഞ് നമ്മളുടെ ബില്ലിൽ നിന്നും ഇവർ പണം വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് സേവനം ചെയ്യുക എന്നത് ഇവരുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റുഡിയോയിൽ നടക്കുന്ന ഒരു സംഭവം ഞാൻ പറയാം. 2 ദിവസം മുമ്പ് KSEBയുടെ മെസ്സേജ് വരുന്നു. നാളെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കറണ്ട് ഉണ്ടായിരിക്കും. അത് മാസത്തിലെ ടച്ച് വെട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി ഓഫ് ചെയ്യുന്നതായിരിക്കും. കൃത്യം 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതേ മെസ്സേജ് വരികയാണ്: നാളെയും രാവിലെ മുതൽ വൈകുന്നേരം വരെ കറണ്ട് ഉണ്ടാകില്ല എന്ന്.
അവർ കൃത്യമായി നമ്മളിൽ നിന്നും പണം കൈപ്പറ്റുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന്, അവർ തരുന്ന സേവനത്തിന്, അങ്ങനെ 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 എല്ലാത്തിനും നമ്മളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ട് അവസാനം സാധാരണക്കാരന്റെ നെഞ്ചത്തോട്ട് ഇത്തരത്തിലുള്ള വലിയ ആഘാതങ്ങൾ കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കുകയാണ്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങളുടെ കാര്യമാണ് കഷ്ടത്തിലാകുന്നത്. ഇതൊക്കെ ഓടണമെങ്കിൽ എത്ര ലിറ്റർ ഡീസലും എത്ര ലിറ്റർ പെട്രോളും അടിച്ച് ഒരു ദിനം മൊത്തം ഓടിക്കുന്നവരായി ജനറേറ്റർ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ചൂടത്തിരിക്കണം, കസ്റ്റമേഴ്സ് കയറാതെ വരും. ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുത് തന്നെയാണ്. ഇത്തരത്തിൽ ആളുകളെ പിഴിഞ്ഞെടുക്കുകയാണ് KSEB. എങ്ങനെയൊക്കെ ആളുകളെ ഊറ്റി പണമുണ്ടാക്കാമോ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റായി മാറിയിരിക്കുന്നു കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നതിൽ യാതൊരു വിധമായ സംശയവുമില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റാണ് ഇത്തരത്തിൽ ഊറ്റാത്തത് എന്ന് ചോദിച്ചാൽ കൃത്യമാണ് കാര്യം. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇത്തരത്തിൽ ആളുകളെ പറ്റിച്ചുകൊണ്ട്, ആളുകളെ നശിപ്പിച്ചുകൊണ്ട്, ആളുകളെ ഒരു വിധത്തിലും ജീവിക്കാൻ സമ്മതിക്കാതെ തൂക്കുകയറെടുക്കുവാൻ നിർബന്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമുക്ക് മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്.